ബിഗ് ബോസ് തമിഴ് സീസൺ 8 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പം ഈ ഒരു 7ാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ നമ്മുടെ വർഷിനി പുറത്തായി എന്നാണ് കേട്ടിരിക്കുന്നത്. അതിന് മാറ്റങ്ങളൊന്നുമില്ല എന്നാണ് നിലവിൽ അറിയുന്നത്. അതുപോലെ ഈ ഒരു 50ാമത്തെ ദിവസം അർണവിൻ്റെ ഒരു റീ എൻട്രി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എന്നാൽ ഈ ഒരു ഞാൻ പറഞ്ഞിരുന്നു ഒരു അവസാന മണിക്കൂറുകളത്തേക്ക് അത് വെച്ചേരെ നമുക്ക് തീർത്തും ഒരു 100% കൺഫേം പറയാൻ സാധിക്കത്തില്ല. എന്നാൽ ഇപ്പോഴും അതിനെപ്പറ്റി ഒരു 100% കൺഫർമേഷൻ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് നോക്കാം. അതുപോലെ അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ സീസൺ 8 ടീം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ഒരു ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്നൊരു കൺസെപ്റ്റ്. ഈ ഒരു സീസണിൻ്റെ തീം തന്നെ പാളിപ്പോയിരിക്കുന്നു. അവർ തെറ്റ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീം കൊണ്ടുവന്നിട്ട് തങ്ങൾക്കത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന തീം അവർ ഈ ഒരു സീസൺ 8 അവർ നിർത്തിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മുതൽ ഇങ്ങനെ ഒരു തീം ഉണ്ടായിരിക്കത്തില്ല. ആ രണ്ട് പാർട്ടീഷൻ, ബോയ്സിൻ്റെ ഹൗസ് അല്ലെങ്കിൽ ഗേൾസിൻ്റെ ഹൗസ് എന്നുള്ള ഒരു പാർട്ടീഷൻ ഇനി ഉണ്ടായിരിക്കത്തില്ല. ഇനി എല്ലാവരും ഒന്നിച്ചായിരിക്കും, ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. വളരെ മികച്ചൊരു തീരുമാനം തന്നെയാണ്. കാരണം ഒരു തീം എടുത്ത് ആ ഒരു തീം മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു തീമിനെ പ്രോപ്പറായിട്ട് ഹോംവർക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു സീസണ് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ് ടീം അല്ലെ ബിഗ് ബോസിൻ്റെ ടോട്ടൽ എൻ്റയർ ടീം ശ്രമിച്ചിട്ടില്ല. അവർ പ്രോപ്പറായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാണ് പ്രേക്ഷകരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തീം കൊണ്ടുവന്ന് ഓരോ ദിവസവും പ്രേക്ഷകർ കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും ലൈവിലാണെന്നുണ്ടെങ്കിലും വന്ന് നിങ്ങളെ അതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വെറുതെ ചർച്ചകളാക്കാമല്ലാതെ വെറുതെ ഒരു കാര്യവുമില്ല. നിങ്ങളൊരു തീം കൊണ്ടുവരുമ്പോൾ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലാനിങ്ങോടുകൂടി കൊണ്ടുവരിക. കണ്ടസ്റ്റൻസ് എങ്ങനെ വരും, അവരെങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ അങ്ങനെ ഒരു തീം കൊണ്ടുവരുമ്പോൾ ആ തീമിന് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം. അതിങ്ങനെ ആയിരിക്കണം, ഇന്ന സ്റ്റേജിൽ പോകണം, അത് പ്രോപ്പറായിട്ട് ഒരു ലാഗ് ഫീൽ ഉണ്ടാകാതെയുള്ള ടൈറ്റ് ടാസ്കുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഇതൊന്നുമില്ലാതെ ഒരു തീം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെ വിജയിക്കാനാണ്? എന്തായാലും ഈ ഒരു സീസൺ 8 50ാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും ഇത് തുടക്കം തന്നെ പാളിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ പോലും 50ാമത്തെ ദിവസം വരെ അതെങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഓടിച്ചു. ഈ ഒരു 50ാമത്തെ ദിവസമാകുമ്പോൾ അവരൊരു തിരിച്ചറിവിലെത്തി, പുതിയ ക്രിയേറ്റിവിറ്റിയും എത്തി. പല മാറ്റങ്ങളും നോക്കിയിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ ആ ഒരു ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന തീം തന്നെ എടുത്ത് മാറ്റിയിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അപ്പം ഇനി വരുന്ന ആഴ്ച മുതൽ എല്ലാവരും ഒന്നിച്ചായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പാർട്ടീഷൻ ഉണ്ടായിരിക്കത്തില്ല. ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആയിരിക്കും. അതായത് മുൻ സീസണുകളിൽ, അതായത് ഈ ഒരു പാർട്ടീഷനോ അല്ലെങ്കിൽ പുതിയ തീമുകളോ ഒക്കെ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ബിഗ് ബോസ് ആ ഒരു രീതിയിലേക്ക് മാറും. നല്ല കാര്യം തന്നെ. അങ്ങനെയെങ്കിലും ഈ ഒരു സീസൺ ഇനിയെങ്കിലും കുറച്ച് നല്ല മികച്ച ടാസ്കുകളും മികച്ച ഇൻഡിവിജ്വൽ പെർഫോമൻസുകളും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സീസണെ കയറ്റിക്കൊണ്ട് വരാൻ സാധിക്കും. മികച്ച തീരുമാനം തന്നെയാണ്. എന്താണേലും പണി പാളി. അപ്പം സിംഗിളായിട്ട് തന്നെ എല്ലാവരെയും വിട്ടിട്ട് നല്ല മികച്ച രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീസണെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അല്ലാണ്ട് ഓൾറെഡി ഫെയിൽഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും വെച്ച് മുന്നോട്ട് പോയി 106 ദിവസവും പ്രേക്ഷകരെ വെറുപ്പിച്ച് ആ സീസൺ തന്നെ തകർത്തിട്ട് എന്താണ് ഗുണമുള്ളത്? മികച്ചൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം. പ്രേക്ഷകർ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. ഈ ബോയ്സ് വേഴ്സസ് ഗേൾസ് തീം എങ്ങനെ ഉണ്ടായിരുന്നു? അത് നിർത്തലാക്കിയതിലോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതോ ഇത് തന്നെ മുന്നോട്ട് പോകണമായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ